ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഓൺലൈനായി ഡെത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നാണ്. അതിനായി ആദ്യം തന്നെ ഗൂഗിൾ സെർച്ച് ബാറിൽ K-Smart എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ഇതിൽ രണ്ടാമത് കാണുന്ന ഫൈൻ സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്യാം. കുറച്ച് ദിവസം മുമ്പ് വരെ K-Smartൽ ലോഗിൻ ചെയ്യാതെ തന്നെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇനി മുതൽ ലോഗിൻ ചെയ്തതിന് ശേഷം മാത്രമേ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ഈ ഓപ്പണായി വന്നിരിക്കുന്ന പേജിലെ മുകളിൽ കാണുന്ന രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ രണ്ടാമത്തെ സിറ്റിസൺ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ കാണുന്ന ഡിക്ലറേഷൻ വിൻഡോ ടിക്ക് ചെയ്ത ശേഷം പ്രൊസീഡ് കൊടുക്കാം. ഈ പേജിലാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി 2 മെത്തേഡ് ഉണ്ട്. രജിസ്റ്റർ വിത്ത് ആധാർ നമ്പറും രജിസ്റ്റർ വിത്ത് അതർ മെത്തേഡും. നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് രജിസ്റ്റർ വിത്ത് ആധാർ നമ്പറാണ്. അതിനായി ആധാർ നമ്പർ കൊടുക്കുക. എന്നിട്ട് ഗെറ്റ് OTP ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ലഭിക്കും. ആ OTP ഇവിടെ OTPക്ക് താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട് ബിസിനസ് റിലേറ്റഡ് സർവീസസിനായിട്ട് പാൻ നമ്പർ യൂസ് ചെയ്തിട്ട് വേണം രജിസ്റ്റർ ചെയ്യാൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രജിസ്റ്റർ വിത്ത് അതർ മെത്തേഡാണ്. ഡോക്യുമെൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക. ആ തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യാം. അടുത്തത് ചോദിക്കുന്നത് ഡോക്യുമെൻറ്റ് നമ്പറാണ്. ഡോക്യുമെൻറ്റിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഫയൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതായത് ഈ ഡോക്യുമെൻറ്റിൻ്റെ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അടുത്തത് ചോദിക്കുന്നത് നിങ്ങളുടെ പേരാണ്. അത് കഴിഞ്ഞ് മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇതൊക്കെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഗെറ്റ് OTP ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിവിടെ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ലഭിക്കും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. എന്നിട്ട് ഏറ്റവും അവസാനമായിട്ട് രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ 2 മെത്തേഡിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ബാക്ക് ടു ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്നതാണ് ലോഗിൻ പേജ്. നിങ്ങൾ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ചാൽ അതിവിടെ നൽകാം. ഞാൻ മൊബൈൽ നമ്പറാണ് ഇവിടെ കൊടുക്കുന്നത്. എന്നിട്ട് സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അക്കൗണ്ട് പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് മുകളിലെ രണ്ടാമത്തെ ഓപ്ഷൻ ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ K-Smart പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സർവീസസ് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ്. അതിനായി ഡെത്ത് സർവീസ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ കാണുന്ന നാലാമത്തെ ഓപ്ഷൻ ഡെത്ത് സർട്ടിഫിക്കറ്റ് സെർച്ച് ആൻഡ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യുന്നത്. ഇവിടെ 2 തരം സെർച്ച് കാണാൻ സാധിക്കും. ഒന്ന് നോർമൽ സെർച്ചും സ്മാർട്ട് സെർച്ചും. സ്മാർട്ട് സെർച്ച് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറോ സർട്ടിഫിക്കറ്റ് നമ്പറോ അറിഞ്ഞിരിക്കണം. ഞാനിവിടെ നോർമൽ സെർച്ച് ആണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ താഴെ ഡിസ്ട്രിക്റ്റ് ചോദിക്കുന്നുണ്ട്. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക. തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം. പിന്നെ ലോക്കൽ ബോഡി ടൈപ്പാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ലോക്കൽ ബോഡി, ജെൻഡർ, ഡേറ്റ് ഓഫ് ഡെത്ത് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം